രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിൻ്റെ ട്രാവൽ വ്ലോഗായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ നസ്രത്ത് എന്നറിയപ്പെടുന്ന വാൽസിംഗാം ചർച്ച് ഉണ്ട്. ആ ചർച്ചിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓൺ ദ വേ നമുക്ക് അവിടെ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളിപ്പം വാൽസിംഗാം പള്ളിയിലോട്ട് പോകുന്ന വഴിയാണിത്. ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്നത് ഇംഗ്ലണ്ടിൽ ക്രോമർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് താമസിക്കുന്നത്. ഇത് ഈ സമയത്ത് ഇപ്പോൾ സമ്മർ സീസൺ തുടങ്ങിയിരിക്കുക. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവിടെയൊക്കെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരികയും കാണുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്ന ക്രോമർ എന്ന് പറയുന്ന ഏരിയ. അതൊരു ബീച്ച് സൈഡാണ്. ഞാൻ അടുത്ത ഒരു എപ്പിസോഡ് ഞങ്ങളുടെ ക്രോമർ ഫുള്ളായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാവേ. ഇപ്പം ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 25 മിനിറ്റോളം ഉണ്ട് വാൽസിംഗാം ചർച്ചിലേക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ ഓൺ ദ വേ നിങ്ങളെ കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകൾ. ശരിക്കും ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗ്രാമഭംഗിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒത്തിരി തിരക്കുകളൊന്നുമില്ല, ശാന്തമായിട്ടുള്ള ഏരിയയാണ്. കാമാൻ ക്വയറ്റാണ് താമസിക്കുന്നത്. സ്വതവേ ഒരു ഇച്ചിരി എന്നാ പറയുന്നത്, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സീനിയർ സിറ്റിസൺസൊക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അവർക്ക് ഇവിടേക്ക് വന്ന് സെറ്റിലാകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്ന ക്രോമർ ഏരിയ. പിന്നെ ഇപ്പം ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ വണ്ടി ഒന്ന് ഞങ്ങൾക്ക് വാഷ് ചെയ്യണം ഓൺ ദ വേ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാനായിട്ട്. ഓക്കെ, ഞാനിപ്പം വണ്ടി വാഷ് ചെയ്യുന്നിടത്ത് വന്നതാണ്. അപ്പോഴാണ് ഞാനിവിടെ കണ്ടത് ഒരു വുഡൻ ട്രെയിന്. പഴയ കാലത്തെ ഒരു ട്രെയിനാണിത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എൻജിനൊക്കെ പഴയ രീതിക്കുള്ളതൊക്കെ ആയിരിക്കും. സ്റ്റീം എൻജിനാണെന്നാണ് തോന്നുന്നത് കേട്ടോ. രസമുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട്. ഇൻസൈഡൊക്കെ ആണെങ്കിലും നല്ല നീറ്റാണ് ഇതിനകത്തൊക്കെ കാണാനായിട്ട്. പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അതിപ്പോൾ ഞങ്ങൾ നോർമലി പോകുന്ന ഒരു ട്രെയിൻ അല്ല ഇത്. ചുമ്മാ ഇനിയിപ്പം ഇതിപ്പോൾ സമ്മർ സീസണൊക്കെ അല്ലേ, അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇട്ടേക്കുന്നതാണെന്നാണ് തോന്നുന്നത്. എനിവേ ഞാനൊരു എപ്പിസോഡ് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഷെറിംഗ്ഹാം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലം പാസ് ചെയ്തു ഞങ്ങൾ ഇങ്ങോട്ട്. അതും ഈ പറയുന്ന പോലെ ഒത്തിരി ട്രാവലേഴ്സ് ഈ സമയത്ത് വന്ന് കാണാനൊക്കെ വരുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഞാനൊരു ദിവസം അതും ഒരു എപ്പിസോഡായിട്ട് ചെയ്യാമേ കേട്ടോ. ഞങ്ങൾ വാൽസിംഗാമിലോട്ട് പോകുന്ന വഴിയാണ്. ഓൺ ദ വേ ഫുള്ള് ഓൾമോസ്റ്റ് ഇത്ര പാടങ്ങൾ പോലെ ഇതിൻ്റെ ഫാമിൻ്റെ കൃഷി. എനിക്ക് തോന്നുന്നു ഇത് കടുകിൻ്റെയോ സംതിങ് ആണെന്ന് തോന്നുന്നു. ഈ ചെടികൾ ഇത് അങ്ങേയറ്റം പോലെ ഇങ്ങനെ പരന്ന് കിടക്കുക. നല്ല ഭംഗി അത് കാണാനായിട്ട്, യെല്ലോയിഷ് കളറിൽ. നമുക്കിതുവഴി ഇങ്ങനെ ഫാം ഫുള്ളിങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ വേ ഉണ്ട് നമുക്ക് പോയി കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വന്ന്, ലണ്ടനിലുള്ള എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരും ഇവിടെ ഒരു പ്രാവശ്യം വന്ന് കണ്ട് ഭംഗിയാണ്. പക്ഷേ ഇവിടുന്ന് ആരും ഫ്ലവേഴ്സ് കട്ട് ചെയ്യാറില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പോലെ നമുക്കങ്ങനെ പറിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. വല്ല ഫൈനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ കാണുമായിരിക്കും. എനിവേ ഞാൻ ജസ്റ്റ് കാണുന്നത് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം പോലും പറിക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ കൈ ഇങ്ങനെ തരിക്കും ഓരോന്ന് വിധം പറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പറിക്കുന്നില്ല.
ചെറിയൊരു പോണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇതുവഴിയാണ് ഒഴുകുന്നത്. നല്ല രസമാണ്. എനിക്കാണെങ്കിൽ വെള്ളം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം എന്ത് രസമാണ് ഇവിടുത്തെ വെള്ളം ഒഴുകുന്നതെന്ന് കാണാൻ കേട്ടോ. സ്ലിപ്പറിയാണ്, മഴക്കാലത്ത് വന്ന് സ്ലിപ്പറിയാണ്. പക്ഷെ ഇപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ എന്ത് രസമാണ്. പള്ളിയുടെ കാർ പാർക്കിംഗ് ഏരിയയിലെത്തി. നേരത്തെ പള്ളിയുടെ ആ പരിസരത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അവിടെ വല്ല റിനോവേഷനോ കാര്യങ്ങളോ നടക്കുവാണോ എന്ന് അറിയത്തില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് സിഗ്നൽ കാണിച്ചു തന്നു, ഞങ്ങളോട് ഇങ്ങോട്ട് പോരാൻ കാണിച്ചു തന്നു. ഇവിടെ കൊണ്ട് കാർ പാർക്ക് ചെയ്തു. ആക്ച്വലി ഹോളി മാസ് തുടങ്ങുന്നത് 12 മണിക്ക്. എല്ലാ ദിവസവും 12 o'clock വാത്സിക്കാം ചർച്ചിൽ ഹോളി മാസ് ഉണ്ട്. ഞങ്ങൾ ഓഫ് കിട്ടുന്ന ഡേയ്സിലൊക്കെ സാധാരണ വരാറുള്ളതാണ്. ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡയറക്ഷൻ കാണിച്ചു തന്നു, ഇവിടെയാണ് കാർ പാർക്കിംഗ് ചെയ്യേണ്ടതെന്ന്. ഇനി ഒരു 1 hour കൂടെ കിടപ്പുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് പോയി അവിടെ പോയി പള്ളിയും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ പാർക്കിംഗ് ഫീ നമ്മൾ ഇന്ന് ഇവിടെ പാർക്കിംഗ് ഫീ ആയിട്ട് 1 pound അടയ്ക്കണമെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ പൈസ അടച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 5 minute നടക്കാനുണ്ട് പള്ളിയിലേക്ക്. ഇവിടെ പൈസ അടച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ വാത്സിക്കാം ചർച്ചിലെത്തി. ഇവിടെ ഒരു ചപ്പൽ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട് അവിടെ. പക്ഷെ നമുക്ക് പള്ളിക്കകത്ത് ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഒത്തിരി ബ്രിട്ടീഷ് പീപ്പിളും നമ്മുടെ ആൾക്കാരും ഒക്കെ ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഹോളി മാസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി. അപ്പോൾ നമുക്ക് വേറെ ഒരാളുടെ പിക്ചർ നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയല്ല. അപ്പം ഞങ്ങൾ പള്ളിക്കകത്ത് കയറിയപ്പോഴത്തേക്കും പള്ളിക്കകത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻസൈഡ് വിഷ്വൽസ് എല്ലാം ഹസ്ബൻഡ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ കുഞ്ഞു ചർച്ചാണെങ്കിൽ പോലും പള്ളിക്കകത്തെ കാര്യങ്ങൾ നമുക്ക് ആൾക്കാർ നിന്ന കാരണം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചാപ്പൽ പള്ളിക്കകത്തോട്ട് കയറുവാണ്. ഇതിനകത്ത് കയറി ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭാഗ്യമുണ്ട്, എല്ലാം പിടിക്കാൻ പറ്റും നമുക്ക്. എൻ്റെ പ്രാർത്ഥന ഞാൻ അതിനകത്ത് കൊണ്ടിടാൻ പോവാണ്. പള്ളിക്കകത്ത് എന്തെങ്കിലും പ്രാർത്ഥനകൾ നമുക്ക് എഴുതി കിട്ടണമെങ്കിൽ ഇവിടെ പേപ്പറും പെന്നും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു പേപ്പറിൽ നമ്മുടെ പ്രാർത്ഥനകൾ എഴുതിയിട്ടിട്ട് നമുക്ക് അകത്ത് കൊണ്ട് അവിടെ പേപ്പർ വെക്കാനായിട്ട് പ്രത്യേക ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് കൊണ്ട് നമുക്ക് ഇടാവുന്നതാണ്. എനിക്ക് കുറേയേറെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ തികയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എഴുതാൻ പോവുകയാണ്. എഴുതിയിട്ട് ഞാൻ അവിടെ കൊണ്ട് അതിനകത്ത് കൊണ്ട് എൻ്റെ പ്രാർത്ഥന മാതാവിൻ്റെ മുമ്പിലിടും. 1061 എഡ്വേർഡ് ദി കുമ്പസകരക്കാരൻ്റെ ഭരണകാലത്ത് വാത്സിങ്ങാം പറവിയിലെ മാനറിൻ്റെ പ്രഭുവിൻ്റെ വിധവയായ റിച്ചേൾസ് കന്യകാമറിയത്തിൻ്റെ ഒരു ദർശനം കണ്ടു. കന്യകാമറിയം റിച്ചേൾസിന് പ്രത്യക്ഷപ്പെടുകയും അവർ ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് കന്യകാമറിയം അവളെ ആത്മാവിൽ നസ്രത്തിലേക്ക് അനയിച്ചു. ദൂതൻ മറിയയെ സ്വാഗതം ചെയ്ത പ്രഖ്യാപന ഭവനം അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ പ്രഖ്യാപനത്തിൻ്റെ ശാശ്വത സ്മാരകമായിട്ട് വാത്സിങ്ങാമിൽ ഒരു വിശുദ്ധ ഭവനം നിർമ്മിക്കപ്പെടുകയും ഇതൊരു പ്രത്യേക മതസമൂഹം ഇതിൻ്റെ അടിത്തറയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ വിവരങ്ങളൊക്കെ കുറവാണെങ്കിലും പാപ്പായുടെ അംഗീകാരത്തോടുകൂടി അഗസ്തീനിയൻ കാനോനുകൾ ഒരു പ്രൈവറി നിർമ്മിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മധ്യകാല ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും വലിയൊരു ആരാധനാലയങ്ങളിലൊന്നാണ് വാത്സിങ്ങാം ചർച്ച്. ഓൾമോസ്റ്റ് ക്രിസ്ത്യാനികളെല്ലാവരും തന്നെ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും കുർബാന കൂടുകയും എല്ലാം ഇവിടുത്തെ ആരാധനാക്രമങ്ങളിലെല്ലാം പങ്കുചേരുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് 1061 സ്ഥാപിതമായ ഈ ചർച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ അതിൻ്റെ ആ പഴമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.
അതുപോലെ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണെന്ന് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ഈ വരാൻ പോകുന്ന ജൂലൈയിൽ ഇവിടുത്തെ പള്ളിപ്പെരുന്നാളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, കത്തോലിക്ക സഭ മാത്രമല്ല എല്ലാ വിശുദ്ധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരികയും അന്നത്തെ ദിവസത്തെ കുർബാന കൂടുകയും അവരുടെ ഇപ്പോൾ കത്തോലിക്കായിട്ട് മാത്രമല്ല അന്നത്തെ ദിവസം ഇവിടെ കുർബാന ഉണ്ടാവുക. ഓരോ ദിവസങ്ങളിലായിട്ട് എനിക്ക് തോന്നുന്നു ഓർത്തഡോക്സ് യാക്കോബ ഓരോ ആൾക്കാർ ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനകളിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം, ഇവിടുത്തെ പ്രാർത്ഥനകളിലും കാര്യങ്ങളിലും എല്ലാം പങ്കുചേരണം. ഇതെൻ്റെ റിക്വസ്റ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിൽ കത്തിക്കാനായിട്ടുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അകത്ത് മെഴുകുതിരിയൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഒരു പൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കത്തിക്കാവുന്നതാണ്. ഇവിടെ കഫറ്റേരിയയാണ്. ഇതിനകത്തേക്ക് സൈഡിലേക്ക് കഫറ്റേരിയയാണ്. നമുക്ക് എന്തെങ്കിലും കാപ്പിയോ ചെറിയ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇവിടേക്ക് പോയാൽ നമുക്ക് ക്യാൻഡിൽ കത്തിക്കാം. ഫ്ലവേഴ്സ് വെക്കുന്നവർക്ക് അവിടെ ചെന്ന് ഫ്ലവേഴ്സ് വെക്കാറുണ്ട്. ഇവിടുന്ന് ക്യാൻഡിൽ എടുക്കാം.